അതീവ ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം. ഡാനി പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, മോഹൻലാൽ എങ്ങനെയായിരുന്നു മലയാളികൾക്ക് അതുപോലെ തന്നെയായിരുന്നു മോഹൻലാലിന്റെ അമ്മയും. ആ അമ്മയാണിപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. അനുശ്രീ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി, ഏതാണ്ട് 10 വർഷത്തോളമായി ചികിത്സയിൽ തുടരുകയായിരുന്നു. പക്ഷാഘാതം വന്നതിനെ തുടർന്നുള്ള ചികിത്സയിൽ തുടരുകയായിരുന്നു. ഇവിടെ എളമക്കരയിൽ രാജീവ് നഗറിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി താമസിക്കുന്നത്. മോഹൻലാലും ആദ്യഘട്ടത്തിൽ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് അമ്മയുടെ ചികിത്സാ കാര്യങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇവിടെ എളമക്കരയിൽ താമസിച്ചുകൊണ്ട് തന്നെ ആ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം മലയാളികൾക്ക് മോഹൻലാൽ പ്രിയപ്പെട്ടതായിരുന്നു, അത്രത്തോളം തന്നെ ശാന്തകുമാരി അമ്മ എന്ന മോഹൻലാലിന്റെ അമ്മയും മലയാളികൾ ചേർത്ത് വെച്ചിരുന്നു. കാരണം മലയാളത്തിന് അത്രത്തോളം അമ്മയും മകനും ഇഷ്ടപ്പെട്ടതായിരുന്നു എന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. മോഹൻലാൽ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വികാരഭരിതനായി അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്? പൊതുവേദികൾ, നമുക്കറിയാം, പൊതുവേദികളിൽ മോഹൻലാൽ ഒരുപക്ഷെ സംസാരങ്ങൾ വളരെ കുറച്ച്, വളരെ ലോപിച്ച് അത് അവസാനിപ്പിക്കുന്ന രീതിയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ അദ്ദേഹം ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പറയുമ്പോൾ വളരെ വാചാലനാവുകയും വളരെ ആർദ്രമായി സംസാരിക്കുകയും ചെയ്യുന്നത് അത് അമ്മയെക്കുറിച്ച് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ അമ്മമാരെക്കുറിച്ച് പറയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്. പല പൊതുവേദികളിലും അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള പൊതുവികാരവും അത് തന്നെയാണ്. താൻ പ്രായമുള്ളവരിൽ എല്ലാവരിലും തന്നെ തൻ്റെ അമ്മയെ തന്നെയാണ് കാണുന്നതെന്ന് അദ്ദേഹം പറയാറുണ്ട്. നമുക്കറിയാം, മലയാള സിനിമയിൽ പലപ്പോഴും അദ്ദേഹം ചേർത്ത് വെച്ചിട്ടുള്ള അമ്മ കഥാപാത്രങ്ങൾ പലപ്പോഴും അവരെയും താരതമ്യം ചെയ്യാറുണ്ട്. തൻ്റെ അമ്മയെയാണ് അവരിലെല്ലാം കാണുന്നതെന്ന്. ഈ ഷൂട്ടിംഗ് തിരക്കുകളിലും എല്ലാത്തിനുമെല്ലാം മുഴുകുമ്പോഴും ഇവിടേക്ക് എളമക്കരയിലെ വസതിയിലേക്ക് അദ്ദേഹം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നാട്ടിലുള്ളപ്പോൾ ഇവിടേക്കെല്ലാം തന്നെ എത്താറുണ്ട്. അല്ലെങ്കിൽ ദീർഘയാത്ര കഴിഞ്ഞ് വരുമ്പോഴെല്ലാം അമ്മയെ കണ്ടുപോവുക, അമ്മയോടൊപ്പം സംസാരിച്ചു പോവുക, അമ്മയുടെ അനുഗ്രഹം വാങ്ങിപ്പോവുക, ഇതെല്ലാം ഒരു അമ്മയും മകനും എത്രത്തോളം ആഴമുള്ള ഒരു ബന്ധമായിരുന്നു എന്നത് നമ്മൾക്ക് അമ്മയും മകനുമുള്ള ഒരു ബന്ധം ആഴമുള്ളതാണെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതൊന്നുമില്ല. പക്ഷേ എല്ലാ കാര്യത്തിലും ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്ന ഒരു മകൻ എപ്പോഴും തന്നെയും അമ്മയുടെ ചിറകിൻ്റെ ചൂടിലേക്ക് എപ്പോഴും വന്ന് അണയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ വർഷമാണ് അമ്മയുടെ ജന്മദിനം വളരെ വിപുലമായിട്ട്, എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദ സദസ്സെല്ലാം തന്നെ ഒത്തുവന്ന് ഇവിടെ പാട്ടും സൗഹൃദങ്ങളും എല്ലാമായി പങ്കുവെച്ചുകൊണ്ട് ഇവിടെ ആ ജന്മദിനമെല്ലാം ആഘോഷിക്കപ്പെട്ടത്. അത് അമ്മ കുറേയധികം നാളുകളായി ചികിത്സയിലായിരുന്നു. പിന്നീട് മോഹൻലാൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും പലതും പങ്കുവയ്ക്കുമ്പോഴും എല്ലാം അമ്മയുടെ ചിത്രങ്ങൾ നേരത്തെയും പങ്കുവച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് ഇല്ലാതാകുന്നു. അതായത് ചികിത്സയിലേക്കെല്ലാം തന്നെ പോകുന്നൊരു സമയത്തായിരുന്നു. പിന്നീട് അതിനൊരു ഇടവേള വരുത്തിക്കൊണ്ട് അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ജന്മദിനത്തിലെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇവിടെ കുട്ടികൾ വന്ന് പാട്ടുപാടുകയും അവർക്കൊപ്പം സമയം ചിലവഴിക്കുന്നതിൻ്റെയും എല്ലാം തന്നെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വളരെ സജീവതയോടുകൂടി അമ്മ തിരിച്ചു വരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ ആധാരം. അല്ല, ഇവിടെ എത്തുന്നവരെ വളരെ പ്രസന്നവതയായി മോഹൻലാലിന്റെ സൗഹൃദങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാം തന്നെ ഒരേപോലെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾ, തൻ്റെ മകന്റെ വളർച്ചയിൽ വളരെ സന്തോഷത്തോടെ നിറകണ്ണുകളോടെ കണ്ടിരുന്ന ഒരാൾ ശാന്തകുമാരി അമ്മ ഇപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇവിടെ ഈ എളമക്കരയിലെ രാജീവ് നഗറിലുള്ളൊരു വീട് ഏതാണ്ട് ഒരു കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളൊപ്പം തന്നെ അമ്മയെ പരിചരിക്കുന്നവർ, അങ്ങനെയുള്ള ഒരു ഇടമാണ് കൂടുതലായിട്ടുമുള്ളത്. അവരെല്ലാവരും തന്നെ വളരെ കാര്യമായി പരിചരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അമൃത ആശുപത്രിയിലേക്കും തിരിച്ചുമെല്ലാം അവരെ ഒപ്പം അനുഗമിക്കുകയും പലപ്പോഴും തന്നെ മോഹൻലാൽ ഇവിടേക്ക് വരുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളുമെല്ലാം നമുക്ക് പല നാട്ടുകാർക്കെല്ലാം ചിരപരിചിതമാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഈ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവർക്കറിയാം ഇവിടെ അമ്മയുടെ അടുത്തേക്ക് വരുന്നതാണ് എന്നതെല്ലാം തന്നെ അവർ പറയാറുണ്ട്. അങ്ങനെ ഈ പ്രദേശത്തിന് അങ്ങനെ ഒരു ലാൻഡ്മാർക്ക് കൂടിയുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു. ഉച്ചയോടുകൂടിയാണ് മരണം, ഉച്ച കഴിഞ്ഞാണ് മരണം സംഭവിക്കുന്നത്. പിന്നീട് ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഏതാണ്ട് അതിൻ്റെ ഒരു സൂചനകളിലേക്ക് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഇന്ന് രാത്രിയോടുകൂടി
ഭൗതിക ശരീരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതാണ്ട് അത് സ്ഥിരീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് പോവുകയും അവിടെ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. കാരണം നമുക്കെല്ലാവർക്കും അറിയാം മോഹൻലാൽ ഒരു തിരുവനന്തപുരത്ത് കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയെങ്കിൽ കൂടിയും ഒരു തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങളും ബന്ധങ്ങളും എല്ലാം വീടും എല്ലാം തന്നെ അദ്ദേഹം അവിടെ തന്നെയുള്ള ഒരാൾ തന്നെയാണ്. ഒരുപാട് ഇഴയെടുപ്പം അനന്തപുരിയുമായി അദ്ദേഹത്തിനുണ്ട്. സ്വാഭാവികമായും അമ്മയും അച്ഛനും അവരുടെ ഓർമ്മകളും എല്ലാം നിറയുന്നൊരിടം അത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് തന്നെ കൊണ്ടുപോകാനുള്ളൊരു സാധ്യത തന്നെയാണ് എല്ലാവരും തന്നെ പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു സൂചനകൾ ലഭിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ അതിനുള്ളൊരു സജ്ജീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കി വരികയാണ്. ഏതാണ്ട് തിരുവനന്തപുരത്ത് തന്നെയാകും സംസ്കാരം എന്ന രീതിയിൽ തന്നെയാണ് വിവരങ്ങൾ വരുന്നത്. എന്തായാലും മോഹൻലാല് വലിയ നടനിലേക്കുള്ള മോഹൻലാൽ ആ യാത്രയിലെല്ലാം ഉടനീളം ആ ഒരു കരുതലും കാവലുമായിരുന്നത് മോഹൻലാലിന്റെ കുടുംബം തന്നെയായിരുന്നു. പിതാവ് വിശ്വനാഥൻ അടങ്ങുന്ന ആ ഒരു കുടുംബവും അവരുടെ സൗഹൃദവും അതിന്റെ ഊഷ്മളതയും എല്ലാം തന്നെ വലിയൊരു കാര്യവും കാരണവും എല്ലാം തന്നെയായിരുന്നു. അതിന്റെ ഒരു അവസാന കണ്ണി എന്ന രീതിയിൽ തന്നെയായിരുന്നു അമ്മയുണ്ടായിരുന്നത്. പിതാവിന്റെ മരണശേഷം അമ്മയിലേക്ക് തന്നെ നേരത്തെ സഹോദരൻ പാലലാൽ മരിച്ചു. അതിനുശേഷം പിതാവിന്റെ മരണമുണ്ടാകുന്നു. പിന്നീട് അമ്മയിലേക്ക് ചുരുങ്ങുന്ന ഒരു മകനെയാണ് നമ്മൾ പിന്നീട് മോഹൻലാൽ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തന്നെ കാണുന്നത്. ആ സ്നേഹവായ്പിൽ വല്ലാതെ മോഹൻലാൽ കണ്ണുനീരണിഞ്ഞ് നിൽക്കുന്ന മോഹൻലാലിനെയാണ് പലപ്പോഴും പിന്നീട് അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇവിടെ മോഹൻലാലിന്റെ സുഹൃത്തുക്കൾ, സിനിമാ ലോകത്തുള്ളവർ എല്ലാവരും തന്നെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ളവർ എല്ലാവരും തന്നെ ഓരോരുത്തരായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമോപചാരം അർപ്പിക്കാനുള്ളവരിടമായിട്ട് ഇപ്പോൾ ഒരു പൊതുദർശനം എന്ന രീതിയിലേക്ക് ഇവിടെ ഈ സമയം ക്രമീകരിച്ചിട്ടില്ല. എന്നാലും അത്തരം ചില ക്രമീകരണങ്ങളിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു സമയം ആയിരിക്കുന്നു പൊതുദർശനം. ഒരു ലളിതമായ രീതിയിലൊരു പൊതുദർശന ക്രമം ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വൈകാതെ കൃത്യമായ ഒരു ബ്രീഫിംഗ് ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്തേക്ക് എപ്പോൾ പുറപ്പെടുന്നു എന്നതെല്ലാം സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു കൃത്യമായ വിവരങ്ങൾ കൂടി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനുശ്രീ, ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ ഓടിയെത്തുമായിരുന്നു അമ്മയുടെ അടുത്തേക്ക്. ആ അമ്മയാണ് ഇപ്പോൾ മോഹൻലാലിനെ വിട്ടുപോയിരിക്കുന്നത്. ഡാനി, ബന്ധുക്കളും സിനിമാ ലോകത്തെ ആളുകളും ഒക്കെ ഇപ്പോൾ എളമക്കരയിലെ വീട്ടിലേക്ക് എത്തുകയാണല്ലേ? അങ്ങനെയാണ്. ഈ ദൃശ്യങ്ങളെല്ലാം അത് തന്നെയാണ്. കാരണം മോഹൻലാലിന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അദ്ദേഹത്തെ നമുക്കറിയാം, പരിചിതരല്ലാത്ത ഏതെങ്കിലും ഒരു മലയാളി